ഇന്നലെ ഹൻസികയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ലീക്ക്ഡ് ആണ്. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന് എന്തോന്ന്? ഫുൾ നേക്കഡ്. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഉള്ളിൽ അത്യാവശ്യം ശരീരം എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ട് ഹൻസിക ചെയ്തൊരു വീഡിയോ. നിനക്കൊക്കെ എന്തിന്റെ ക്രിമികടിയാ? ഇതൊക്കെ അന്നമ്മയുടെ ഒരു തമാശയല്ലയോ എന്റെ മറിയച്ചേട്ടനി? അത് ആരോ എടുത്ത് തൂക്കി വെളിയിലിട്ട്. പിന്നെ എവിടെ നോക്കിയാലും ഹൻസിക മാത്രം. ഇൻസ്റ്റ തുറന്നാൽ അവിടെ ഹൻസിക, ഫേസ്ബുക്ക് തുറന്നാലോ അവിടെയും ഹൻസിക, സർവത്ര ഹൻസികമായോ. ഒരുപാടുണ്ടല്ലോ. എന്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും ഹൻസികയുടെ ലീക്ക്ഡ് വീഡിയോ കണ്ടിട്ടുണ്ടാകും. കണ്ട ഐശ്വര്യ റായ പോലെ പക്ഷെ ഞാൻ കണ്ടില്ല. I'm sweating, guys. I'm sweating. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? Bye, guys. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. എന്തൊക്കെയാണല്ലേ അവള് കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ബോറായിട്ടുണ്ട്. ഇത് കണ്ട് ക്രഷ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് സത്യം. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ലീക്ക് ആയതിന് പിന്നാലെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി ജനം തിക്കും തിരക്കും കൂട്ടുന്നത്. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? ഒരൊറ്റ രാത്രി വെളുത്തപ്പോഴേക്കും 300-ലധികം സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾക്ക് ഒറ്റയടിക്ക് അടിച്ചു കയറിയത്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഇങ്ങനെ കൂടാൻ കാരണം വേറെ ഒന്നല്ല, നമ്മൾ നേരത്തെ കണ്ട ലീക്ക്ഡ് വീഡിയോ തന്നെയാണ്. ആ വീഡിയോ കണ്ട് പലതും പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ തിക്കും തിരക്കും കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ എനിക്കെന്തോ ആ വീഡിയോ കണ്ടപ്പോ നല്ലോണം ബോറായിട്ടാണ് തോന്നിയത്. ജെൻസി കിഡ്സിന്റെ ക്രഷാണ് ഹൻസിക എന്ന് അറിയാം. ഇനിയിപ്പോ എനിക്കിത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത് കാരണം എല്ലാരും കൂടെ എന്നെ പൊങ്കാല ഇടുമോ എന്തോ. എന്നാലും കൃഷ്ണകുമാറിന്റെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി തുണി അയച്ചിടേണ്ട ഗതികേട് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. കൃഷ്ണകുമാറിനെ അഭിമാനിക്കാം. മകൾ ഒരുപാട് വളർന്നിരിക്കുന്നു. അവളുടെ ചേച്ചിമാരെക്കാളും അവൾ വളർന്നിരിക്കുന്നു. ഹൻസികയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ കൃഷ്ണകുമാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ വന്നത്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്ന് താൻ മക്കളോട് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ട് എന്നൊക്കെ കൃഷ്ണകുമാർ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ചേട്ടനെ പറ്റി കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറഞ്ഞു. എല്ലാരും പറയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാ, ഞാൻ തരേണ്ടതല്ല. ഞാൻ ആരാ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. താനൊരു ബുദ്ധിജീവിയാണല്ലേ. ഞാനായിട്ടായതല്ല, പിന്നെ പാരമ്പര്യം. ഏതും ഓവർ യൂസ് അപകടമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഓവർ യൂസ് അപകടം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുക. ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. നിയന്ത്രിച്ച് ഒടുവിൽ മകൾ സോഷ്യൽ മീഡിയയിൽ പോയി തുണി അയച്ചിടുന്നത് വരെ എത്തിയ കാര്യങ്ങൾ വല്ലാത്തൊരു നിയന്ത്രണമായി പോയി അണ്ണ ഇത്. എടോ വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. പോയിട്ട് വരാം.